Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് ഈ ഒരു നിമിഷം നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. ഒന്നുമല്ല, പേര് പറയുക, നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ വീട്ടിലെത്തും. എന്ത് പേരാണ് സാർ ഞാൻ പറയേണ്ടത്? എടാ, നമ്മൾ നേരത്തെ ചെറിയൊരു അൺഒഫീഷ്യലായിട്ട് വാട്സപ്പ് ചാനൽ വഴി ഒരു കാര്യം നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരുപാട് കുട്ടികളാണ് നമ്മളോട് പേഴ്സണലി സാർ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരുപാട് വലിയ വലിയ ആൾക്കാർക്കിടയിലേക്ക് MS സൊല്യൂഷൻ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ വേണ്ടി പോവാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഈ വർഷം +1ലേക്കും ഈ വർഷം SSLCയിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള, വളരെ എന്താ പറയുക, A to Z നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും കിട്ടുന്ന ആപ്ലിക്കേഷൻസിലൂടെയാണ് MS നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്നത്. അതിനർത്ഥം നിങ്ങൾക്ക് വേണ്ട +1ൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ട SSLCയുടെ ക്ലാസ്സുകളും എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് വെറും ക്ലാസ് അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളുടെ ആ ഒരു മൈൻഡിനനുസരിച്ചുള്ള ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അതിന് മുമ്പേ നമുക്ക് MS സൊല്യൂഷൻ എന്ന പേരിൽ ഒരു ആപ്പ് തുടങ്ങാൻ കഴിയില്ല. കാര്യം MS സൊല്യൂഷൻ എന്ന് പറയുന്ന പേര് ഓൾറെഡി വെരിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിനൊരു പേര് വേണ്ടേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്നായിരുന്നു. ഓക്കെ, ഇൻഫിനിറ്റി എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഫിനിറ്റി ലേണിംഗ് ആപ്പ് എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ഓൾറെഡി വെരിഫിക്കേഷൻ കിട്ടിയിട്ട് മറ്റൊരാൾക്ക് അതിൻ്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പേരിൽ എന്ത് ചെയ്യാൻ പറ്റൂല, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേര് സജസ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് പേര് സജസ്റ്റ് ചെയ്യേണ്ടത്? വെറുതെ നിങ്ങളിപ്പോൾ എന്താ EduPlus അങ്ങനെയല്ല പറയേണ്ടത്. നമ്മുടെ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേരായിരിക്കണം. പേരിന് ഒരുപാട് അക്ഷരങ്ങൾ ഉണ്ടാവരുത്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മളെ പേര് ഇൻഫിനിറ്റി ഒരുപാട് അക്ഷരങ്ങളില്ല, 2, 4, 6, 8 അക്ഷരത്തിൽ കുറഞ്ഞ്. വേറൊരാളോട് ഞാൻ പേര് വെച്ചപ്പോൾ വലിയൊരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതുകൊണ്ട് വലിയ പേരിലേക്കല്ലാതെ കുറഞ്ഞ അക്ഷരങ്ങളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേര് സജസ്റ്റ് ചെയ്യുക. അത് ഇംഗ്ലീഷിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ സയൻസുമായിട്ടൊരു ടച്ചുള്ളൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എങ്ങനെ പറയേണ്ടതെന്ന് അറിയോ? ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാം. എല്ലാ പേരും ഞങ്ങൾ നോക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന പേര് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും പിന്നീട് അങ്ങോട്ടേക്ക് ആ പേരിലായിരിക്കും ആപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ടാവുക. സോ ആ പേര് പറയുന്നവരാരോ, ആരുടെ പേരാണോ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അയാൾക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ്, അയാൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് അയാളുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. വലിയ വണ്ടിയൊക്കെ വിളിക്കേണ്ടി വരും ആ ഗിഫ്റ്റിന് വേണ്ടിയിട്ട്. സർപ്രൈസ് എന്താ കൊടുക്കുന്നത് ഞാനിപ്പോൾ പറയൂല. കാര്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, 4-5 സാധനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതി തന്നെയാണ്. പഠനത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്, ബുക്കോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. പക്ഷേ വേറെ ലെവൽ സാധനമായിരിക്കും. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സജസ്റ്റ് ചെയ്യുക, പേര് നിങ്ങൾ നിർദ്ദേശിക്കുക. ചിലപ്പോൾ ഭാഗ്യം കിട്ടിയാലോ, പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ പറയൂ, അത് നമുക്ക് നോക്കാം. സോ ഒരു ആപ്ലിക്കേഷൻ, അതിൻ്റെ പേരിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിഷ്ടമുള്ള പേര് പറയാം. ആ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കി നോക്കുക. ആ പേരിൽ മറ്റെന്തെങ്കിലും കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഓക്കെ, കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ പേരുണ്ട്, പ്രോട്ടോൺ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോൺ പറഞ്ഞ്, ന്യൂട്രോൺ, ഇതൊക്കെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് സയൻസുമായിട്ട് ടച്ച് ചെയ്ത, ആരും ശ്രദ്ധിക്കാത്ത പല നല്ല പേരുകളൊക്കെ അർത്ഥമുള്ള പേരാവാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ MS എന്നുള്ള പേരുമായിട്ട് ടച്ച് ചെയ്യാത്തൊരു പേര് തന്നെ ആയിക്കോട്ടെ. ഒരാൾ എനിക്ക് പറഞ്ഞു, സാർ മൈൽസ്റ്റോൺ ലേണിംഗ് ആപ്പ്. അപ്പോൾ ഞാൻ മൈൽസ്റ്റോൺ ചുരുക്കിയപ്പോൾ MS, അത് വേണ്ട. MS സൊല്യൂഷൻ അത് വേറെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അത് യൂട്യൂബ് ചാനലായിട്ട് അങ്ങ് പോകാം. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ആപ്ലിക്കേഷൻസ്. ഓക്കെ, വളരെ നല്ല രീതിയിൽ കുട്ടികളെ, ഏത് ദൂരെയുള്ള കുട്ടിക്കും MS സംസാരിക്കാനുള്ള ഒരു ടച്ച് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് പറയാനുള്ള, അവരുടെ കരിയർ ഗൈഡ് ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കുക. അതും
ഏറ്റവും കുറഞ്ഞ ഫീസ് തന്നെ ചെയ്ത് കൊടുക്കുക. ഫീസ് വാങ്ങാതെ എന്തായാലും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു ഫീസ് വാങ്ങേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്, അഫോർഡബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം വെച്ചിട്ടുള്ള പ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് MS തരിക. MS എനിക്ക് അധികം പൈസൻ്റെ ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ട നല്ല രീതിയിലുള്ള ചെറിയ ഒരു പാവപ്പെട്ട കുട്ടിക്ക് പോലും പിന്നെ എന്താ പറയുക, ആ ഫീസ് വെച്ചിട്ട് ഓൺലൈനിൽ ക്ലാസ് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുക, പേര് സജസ്റ്റ് ചെയ്യുക, നല്ലൊരു പേര് തന്നെ ആവട്ടെ. സോ പേര് സജസ്റ്റ് ചെയ്യൂ. ഞാൻ നിങ്ങളുടെ പേരിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. വിന്നറിന് കിട്ടാൻ പോകുന്നത് വേറെ ലെവൽ ഗിഫ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ വിന്നേഴ്സ് ഉണ്ടായേക്കാം. ചിലപ്പോൾ ഒരു പേരിനേക്കാൾ അപ്പുറത്ത് വേറൊരു പേര് തോന്നുകയാണെങ്കിൽ ആ പേര് ഒന്നിൽ കൂടുതൽ ആൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യാം, സമ്മാനങ്ങളൊക്കെ കൊടുക്കാം. എന്തായാലും ഒരു യുണീക്ക് പേരാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റാരും കടമെടുത്ത് മറ്റാരുടെയെങ്കിലുമൊക്കെ പേര് നോക്കി നിങ്ങൾ പറയരുത്. യുണീക്ക്, മറ്റാരും പറയാത്ത നല്ലൊരു അടിപൊളി പേര്, സയൻസോ ഇതിൽ ടച്ച് ചെയ്തുള്ള പേര് തന്നെ പറയട്ടോ. ഞാൻ നിങ്ങളുടെ പേരിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആടാ. കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.